നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, മമ്പാട്. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരു അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. ശനിമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2025 മാർച്ച് മാസം 29-ാം തീയതിയാണ് ശനി രാശി മാറുന്നത്. കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കാണ് ശനി പ്രവേശിക്കുന്നത്. ഇപ്പൊ ശനി എന്ന് കേൾക്കുമ്പം ആൾക്കൊരു പേടിയാണ്. എന്തെങ്കിലും ശനി എനിക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിക്കുന്ന പലവരുമുണ്ട്. ശനി ഇടവക്കൂറുകാർക്ക് ഈ 2.5 വർഷം വളരെ ഗുണങ്ങൾ ചെയ്യുന്ന ഘട്ടമാണ്. ഇടവൻ രാശിക്കൂറെന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ 30 നാഴിക പകുതി വരെ ഉള്ളതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത്. അവർക്ക് ശനി ഇപ്പം 11-ൽ വരാൻ പോവുകയാണ്. അത് 2025 മാർച്ച് മാസം മുതൽ 2028 ഫെബ്രുവരി 23 വരെ ശനി മീനൻ രാശിയിൽ വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ശനി മേടത്തിലേക്ക് വരുന്ന ഒരവസ്ഥയും ഉണ്ട്. അത് 2027 6-ാം മാസത്തിൽ ശനി മേടത്തിലേക്ക് ഇറങ്ങിയിട്ട് 10-ാം മാസത്തിൽ വീണ്ടും മീനത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. വക്രഗതിയിലാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ശനി 11 നിൽക്കുന്ന സമയം ഏറ്റവും ഗുണകരമാണ്. കാരണം 30 വർഷത്തിലൊരിക്കലാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം ലാഭൈശ്വര്യ സ്ഥാനത്ത് വരുന്നത്. ശനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാശിയാണ് 3, 9, 11. പാവാനാം അഭിമാന സഹോദര ഭാവ ഇഷ്ട അനിഷ്ടാപരീഹീനാണ്. 3ഉം 11ഉം പാവാന അഭിമാന സ്ഥാനം എന്ന് പറയുന്നത് 11ആണ്. ലാഭസ്ഥാനം ഭവാഖ്യം പുനരപി 11 പുൽക്കായമെന്നും ഒന്നാണ്. അപ്പോൾ 11ാമത്തെ രാശിയാണ് അഭിമാന സ്ഥാനം. സഹോദര സ്ഥാനം 3. ഈ രാശിയിൽ നിൽക്കുന്ന ശനി സർവ ഗുണ നന്മകളും തരും. ശനി എന്ന് പറയുന്നത് 11 വരുമ്പോൾ നമുക്ക് ആരോഗ്യം, നൃപമാനനം, ധനസമായാനം, സുഹൃസംഭവക സാഫല്യം, സകല ക്രിയാസുഫലം, ചിത്തപ്രസാദോദയേ, സ്ഥാനപ്രാപ്തി, ജനാനുരാഗ, സുയശ, സന്താന ലാഭാദിയൂർവാര്യാന്നാണ്. വാജ്യാസുർ കലസമ്പദ് അഭിമത ഭാവാൻ ഇഷ്ടാൻ ഗതാൻ. ഇഷ്ടങ്ങളായ പാവങ്ങളിൽ ഗമിക്കുന്ന ശനി പാവഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാരകാലം, ദശാകാലം ഒക്കെയാണ്. നല്ലതാണ്. അപ്പോൾ ആരോഗ്യം കിട്ടും. മഹാരോഗിയായിട്ട് ഇപ്പോൾ കിടന്ന് ഊപ്പാട് വരുന്ന വലിയ വിഷമത്തിൽ കഴിയുന്ന ആൾക്കാർക്ക് ഔഷധവും ചികിത്സയൊക്കെ കൊണ്ട് നമ്മുടെ അസുഖങ്ങളങ്ങ് മാറിക്കിട്ടും. രോഗം പോലുള്ള അസ്വസ്ഥതകൾ, കണ്ടകശനി എന്നൊക്കെ പറയുന്ന ദോഷങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ട്. മാർച്ചിലത് മാറുമ്പോൾ അസുഖങ്ങളങ്ങ് മാറും. ആരോഗ്യം കിട്ടും. അയ്യോ ഭയങ്കര രോഗിയായിപ്പോയല്ലോ ഭഗവാനെ എന്ന് ഭഗവാനെ വരെ ശപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭഗവാനെ എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരും. നൃപമാനനം, നൃപൻ രാജാവിൻ്റെ പ്രീതി കിട്ടും. അന്ന് രാജഭരണകാലത്ത് രാജാവ് വലിയ ആളാണ്. രാജാവ് പൊന്നും പട്ടുമൊക്കെ തരും. അന്ന് സർക്കാരിൽ നിന്ന്, കോടതിയിൽ നിന്ന്, അധികാരികളിൽ നിന്നുമൊക്കെ പലവിധ സഹായങ്ങളും നമുക്ക് കിട്ടും. ജോലി കിട്ടും, സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, അവാർഡുകൾ, പ്രശംസകൾ, കീർത്തികൾ, ഇതൊക്കെ നമുക്ക് കിട്ടും. സാഫല്യം, സകല ക്രിയാസും, എല്ലാ കാര്യത്തിനും വിജയം കിട്ടും. നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ വിജയിച്ച് നേടും. നിങ്ങൾ വീട്ടിലിരുന്നാൽ നേടാൻ പറ്റില്ല. എല്ലാ ടെസ്റ്റുകൾക്കും, മത്സരങ്ങൾക്കും, കാര്യങ്ങൾക്കും ഒരു കമ്മിറ്റിയിൽ തന്നെ പോയാലേ നമ്മളെ പ്രസിഡൻ്റ്, സെക്രട്ടറിയൊക്കെ ആവും. വീട്ടിൽ ഇരുന്ന് ഉറങ്ങിയാൽ നമുക്കതൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ, സംഘം, സമുദായം, പൊതുപ്രവർത്തന രംഗങ്ങളിൽ, അമ്പലകാര്യങ്ങളിൽ, ക്ഷേത്രകാര്യം, പള്ളിക്കാര്യം, സമുദായിക കാര്യത്തിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് നിലയും വിലയും അംഗീകാരങ്ങളും ഒക്കെ കിട്ടും. എല്ലാ കാര്യത്തിനും വിജയവും
മനസ്സന്തോഷവും യശസ്സുകളും സന്താനലാഭം, സന്താനങ്ങൾക്ക് വിദ്യ, ഉദ്യോഗ, അധികാരം, അവരുടെ വിവാഹം, വിദേശ യാത്ര, പ്രവൃത്തി ഗുണങ്ങളൊക്കെ കിട്ടി. മക്കളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർക്ക് സ്വസ്ഥത കിട്ടി, സന്തോഷം കിട്ടി. പിള്ളേരൊക്കെ രക്ഷപ്പെട്ടവർക്ക് ജോലിയായി, പൈസയായി. ഇനി നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് നല്ലതാക്കിയെങ്കിലും അവർക്കൊരു നല്ലത് വരാത്ത വിഷമത്തിലിരുന്നത് നമുക്ക് നല്ലത് വന്ന്, അതുകൊണ്ട് അവരെ കൊണ്ടുള്ള സ്നേഹവും അവർക്ക് നല്ലതും വരുമ്പോൾ അച്ഛനമ്മമാർക്ക് സന്തോഷിക്കാം. മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാവും. മരുന്നും മന്ത്രവും കൊണ്ട് നമുക്ക് ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും സ്വസ്ഥത കിട്ടി ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കുന്ന സമയമാണ്. ബിസിനസ്സുകൾ, ഏജൻസികൾ, കോൺട്രാക്റ്റുകൾ, റിയൽ എസ്റ്റേറ്റുകൾ, ഷെയർ മാർക്കറ്റുകൾ, കൃഷി, നാൽക്കാലി, വ്യാപാര പ്രവൃത്തികളിലെല്ലാം നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടുമെന്നാണ്. കാരണം ശനി നല്ലതായിട്ട് വന്നാൽ സൗരീം പ്രാപ്ത കടോഷ്ടപക്ഷി മകുഷി മുത്താംഗന വ്യാപ്തയ സോണീ ഗ്രാമപുരാധികാര ജനിത പൂജ കൂതാന്യാഗമ എന്നാണ്. സൗരി എന്ന് വെച്ചാൽ ശനിയുടെ അനുകൂലമായ സഞ്ചാരകാലങ്ങളിലും ദശാകാലങ്ങളിലും പ്രാപ്ത കരോഷ്ട പക്ഷി മഹിഷി, പക്ഷികൾ, മഹിഷി, എരുമ മുതലായ ജീവജന്തുക്കൾ. അപ്പോൾ ഈ ഡയറി ഫാം, പൗൾട്രി ഫാം, കൃഷി, നാൽക്കാലി വ്യവസായം ഇതൊക്കെ നടത്തുന്നവർക്ക് അതിലൊക്കെ നല്ല ലാഭങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാവും. ഇപ്പം കൃഷിയും നാൽക്കാലിയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഏജൻസി, ബിസിനസ്, കോൺട്രാക്ട് ഇതൊക്കെ നടത്തുന്നവർക്ക് നല്ല ആദായങ്ങളും ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടും. സോണി ഗ്രാമപുരാധികാര, കൊട്ടാരത്തിൽ ജോലി കിട്ടും, ഗ്രാമത്തിൻ്റെ അധികാരം കിട്ടും, പട്ടണത്തിൻ്റെ പ്രവേശിക്കാനും പട്ടണത്തിൽ പോവാനും ജീവിക്കാനും ഒക്കെ അവസരം കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള നല്ല ഗുണങ്ങൾ. അപ്പം ഏത് രാജ്യത്ത് പോയാലും വിജയിക്കും. എല്ലാ അധികാരികളുടെ പ്രീതി. അതേപോലെ വിദേശത്ത് പോകുന്നവർക്ക് അവർക്ക് വിസ കിട്ടാനും ജോലി കിട്ടാനും പണം കിട്ടാനും PR കിട്ടാനും ഗ്രീൻ കാർഡ് കിട്ടാനും സിറ്റിസൺഷിപ്പ് കിട്ടാനും ഒക്കെ ഉള്ള യോഗം. എല്ലാ കാര്യത്തിനും നമുക്ക് സന്തോഷവും അതേപോലെ സമ്പത്ത്, സന്തതി, സൗഭാഗ്യം, ഐശ്വര്യവും ഒക്കെ കിട്ടി നമ്മളൊരു ഹീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് വരും. അപ്പോൾ ഈ കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്ക് പെണ്ണുങ്ങളായിരുന്നാലും ആണുങ്ങളായിരുന്നാലും ഭയങ്കര സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ നാട്ടുകാരോട് കൂടുതൽ സ്നേഹവും ഫ്രണ്ട്സിൻ്റോടും ലവറോടും ഒക്കെ കൂടുതൽ സ്നേഹമൊക്കെ തോന്നുമ്പോഴാണ് വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടാകുന്നതും വീട്ടിലുള്ളവർക്ക് സ്നേഹം കുറയണം. അപ്പോൾ കലഹിച്ച് സംശയത്തിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ട്, ഭർത്താവിന് വേറെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ കലഹവും ബന്ധം ഒഴിപ്പിക്കാനും വേണ്ടിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ബന്ധമൊന്നും ഒഴിഞ്ഞു പോകണ്ട. എത്ര കലഹിച്ച് ഭിന്നിച്ച് വിരോധിച്ചിരിക്കുന്നവരും നമ്മളോട് സ്നേഹിച്ച് അനുകൂലിച്ച് എല്ലാം ക്ഷമിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന സംശയ വിരോധികളൊക്കെ മാറി സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നമുക്ക് എന്ത് വന്നാലും സ്നേഹിച്ച് ജീവിക്കാമെന്ന് തോന്നുന്ന സമയമാണ്. അപ്പോൾ കോടതിയിൽ പോയി നമുക്കെല്ലാം കൂടെ ശരിയാക്കാമെന്ന് പലവരും ചിലപ്പോൾ വിചാരിക്കും. കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, സഹായം കിട്ടും, കേസ് ജയം കിട്ടുമെങ്കിലും നല്ലൊരു ഭാര്യയെ കിട്ടും, നല്ലൊരു ഭർത്താവിനെ കിട്ടും, നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരുടെ പോയി ജീവിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഒരാളെ വിഷമപ്പെടുത്തിക്കൊണ്ട് ഒരുത്തൻ്റെ ജീവിതത്തിൽ മണ്ണ് വാരിയിട്ട് ഒരുത്തിയുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് പല ജീവിത മേഖലയും തേടി ഇതിനേക്കാളും സുഖവും സന്തോഷവും മറ്റാണെന്ന് തോന്നി പലവരും ചാടി മാറി കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്നു മാറി പുതിയ ബന്ധങ്ങളിലേക്കും കൂടുതലിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന സമയമൊക്കെയാണ് നമുക്ക് ഉള്ളത് ഈ രാശിക്കാർക്ക്. അപ്പം അതുകൊണ്ട് കുടുംബജീവിതം നമുക്ക് വലുതാണ്. അപ്പം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഏറ്റവും വലിയതാണ്. അത് നമുക്ക് കിട്ടി, സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും. 11 എന്ന് പറയുന്നത് സുഹൃതഞ്ച ധനായാനം അപ്യായേന വിരിഞ്ച സുഹൃതം ധനാഗമം അഭീഷ്ടകാര്യസിദ്ധി. ഇതൊക്കെയാണ് അഭീഷ്ടകാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മരിക്കുന്നത് വരെ ആഗ്രഹങ്ങൾ തീരൂല. വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ, അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആഗ്രഹമില്ലാത്ത അപൂർവം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുത്ത് സർവാഭിഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത നിജാത്മജ വാമകർണോ അർത്ഥലാഭശ ചിന്ത്യാത് ഏകാദശാധിപി എന്നാണ്. സർവാഭിഷ്ടങ്ങൾ സാധിക്കും. ജ്യേഷ്ഠന്മാരെ കൊണ്ട്, ഭ്രാതാവ് അമ്മ പറ്റ സഹോദരങ്ങളെ കൊണ്ട് സഹായം കിട്ടും. അർത്ഥലാഭം, ഭയങ്കര നേട്ടങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് കേട്ടിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയ്ക്കും എനിക്കൊരു സുഖവും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയണ ധാരാളം ജ്യോതിഷ വിശ്വാസികളുണ്ട്. അവർ പറയണത് തെറ്റൊന്നും വരാം, ന്യായമില്ല. കാരണം ചിലവരുടെ ജനനം കൊണ്ട് അവർക്ക് ഈശ്വരാനുകൂല്യക്കുറവ്, ഭാഗ്യക്കുറവ്, പിന്നെ അലസത, ദേഷ്യം, ഇതൊക്കെ കൊണ്ട് ജോലി നഷ്ടപ്പെടുകയും വിവാഹം നടക്കാതിരിക്കുകയും ബന്ധങ്ങൾ തെറിച്ചു പോവുകയും ജോലി തെറിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നോക്കണം. അത് എന്തെങ്കിലും ഭാഗ്യക്കുറവുകളോ ദോഷങ്ങളോ ഗ്രഹപ്പിഴകളോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും പൂജകളും ഒക്കെ ചെയ്ത് നമുക്ക് ദോഷത്തെ മാറ്റിയാൽ നമുക്ക് നല്ലത് തന്നെ വരും. ഉള്ള ദോഷം നമുക്ക് നിലനിൽക്കുമ്പോഴാണ് ഭാഗ്യങ്ങൾക്ക് കോട്ടം വരുന്നത്, നമുക്ക് അലസത വരുന്നത്, ദേഷ്യം വരുന്നത്, മരിക്കണമെന്നുള്ള ചിന്ത വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റും. അതുകൊണ്ട് മരുന്നും മന്ത്രവും രണ്ടും നമുക്ക് വേണം. സ്നേഹം വേണം. എല്ലാവരോടും അനുകൂലമായ രീതിയിൽ നമ്മളായിട്ട് ഒരു വിരോധം കാണിക്കാതെ ജീവിക്കാനുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സമയദോഷവും ശത്രുത ഉണ്ടെങ്കിലും മാറി സ്വസ്ഥതയും സന്തോഷവും നമുക്ക് കിട്ടും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശനിയുടെ ദോഷങ്ങൾക്ക് പരിഹാരം വരുത്തിയാലും, ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാനെ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ വിനകളും മാറി ഹീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് വരും. എല്ലാ അമാവാസി തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജയും 10 മണിക്ക് മുത്തഞ്ചും, 4 മണിക്ക് യമരാജ് ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, പനിനീര്, കരിക്ക് മുതലായ വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം, പുഷ്പ അർച്ചന, ഭസ്മാഭിഷേകം, അങ്ങനെ ഭാരതി, വിഭാരതി, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള നല്ല ഘട്ടത്തിൽ വളരെ ഗുണം കിട്ടുകയും ദോഷമുള്ളവർക്ക് ദോഷം ശമിച്ച് ഗുണങ്ങൾ ചെറുതായിട്ടെങ്കിലും കിട്ടാനും സാധ്യതയുണ്ട്. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ ഈ 2.5 കൊല്ലം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജന്മം ജീവിക്കാൻ പറ്റുന്ന സർവ്വ സൗഭാഗ്യങ്ങളും നേടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.